ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിധിയും നികേഷും കൂടെ നടന്നു വരികയാണ് ടൗണിൽ കൂടെ. അപ്പോൾ നീതുവിൻ്റെ ഏട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിലല്ലേടി നീ താമസിക്കുന്നത്? അവിടേക്ക് എൻ്റെ അനിയത്തിയെ കൊണ്ടുവരാൻ പറയാൻ നീ ആരാണ്? നീ അവിടെ താമസിച്ചോ? എൻ്റെ അനിയത്തിയെ കൊണ്ടുവരാൻ പറയാനുള്ള അവകാശം നിനക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 80 വയസ്സായ സ്ത്രീ പോലും വരാൻ മടിക്കുന്ന ഒരു വീടാണത്. അവിടെയാണ് നീ താമസിക്കുന്നത്. അപ്പോൾ നിൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നീതുവിൻ്റെ ഏട്ടൻ വന്നിട്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ നീ എത്ര മോശമാക്കി പറഞ്ഞാലും അവരാരും മോശമാവില്ല എന്ന് പറഞ്ഞിട്ട് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നു. എന്നിട്ട് നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നടന്നതൊന്നും നീ വീട്ടിൽ പോയി പറയരുത്, പിന്നെ പ്രശ്നമാവും, പിന്നെ അവരുടെ നാട്ടുകാരുടെ ചർച്ച പിന്നെ എന്നെ പറ്റിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നിൽക്കണം. അവരെ തല്ലാൻ പറ്റിയില്ലല്ലോ, ഏട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് തല്ലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നികേഷ് നിൽക്കുന്നത്. നിധി പറയുന്നുണ്ട്, വീട്ടിൽ പോയി പറയരുത്, എനിക്ക് സത്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടെയാണെങ്കിൽ നികേഷ് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്, നേരെ ഡീസൻ്റായി കഴിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് കുറ്റം പറയാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അവർ ഡൈവേഴ്സിന് അപേക്ഷിച്ച വക്കീൽ വിളിച്ചതായിരുന്നു അത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, കോടതിയിലേക്ക് കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്, ഫയൽ ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരണം രണ്ടാളും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ താല്പര്യത്തിലല്ല ഞാൻ ഡൈവേഴ്സ് ഒപ്പിട്ട് തന്നത്, വൈഫിൻ്റെയാണ് നിർബന്ധമാണ്, അതൊന്ന് ഡിലേ ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഏട്ടനെ കാണാൻ വേണ്ടി പോയി. സുഭാഷ് ഏട്ടൻ വർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി താ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിധിയുടെ അടുത്ത് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, എൻ്റെ സ്നേഹം ഞാൻ അവളോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സത്യങ്ങൾ മാത്രം പറയുക, നുണയൊന്നും പറയണ്ട, ഉള്ള സ്നേഹം കൂടി ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ട് സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധീഷിന് ഇതിനെ വിളിക്കുമ്പോഴേക്കും നിധിയുടെ ബോസ് വന്നിട്ട്, ഞാൻ ആ വഴിക്കാണ് പോകുന്നത്, ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇടയിൽ കയറി പറയുന്നുണ്ട്, ഞാനുണ്ട് ഇവിടെ, ഞാൻ കൂട്ടിയിട്ട് പോകാമെന്ന് പറയണം. അങ്ങനെ എനിക്ക് നിധിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറ്റില്ല, നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിൽ പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിധിയെ കാണുന്നത് ഒരു ഭാര്യയായിട്ടാണ്, നിധിയെ എന്ന് മുതൽ കണ്ടുമുട്ടിയോ അന്ന് തൊട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നമ്മളൊരു വണ്ടി ആക്സിഡൻറ്റിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ നിധി എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു, സംസാരിച്ചു, ആ സപ്പോർട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ വേണം നിധി, ഞാൻ നിധിയെ കാണുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിധിയോട് ഷെയർ ചെയ്യുകയാണ് അവിടെ ബീച്ചിലിരുന്നിട്ട്. അങ്ങനെ നിധി അത് കേട്ടതും എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ എന്തോ പറയാൻ വരുന്നുണ്ട്. അപ്പോൾ നിധി, ഞാൻ പറയുന്നത് ഫുള്ള് കേട്ട ശേഷം എന്നോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് നിധിയുടെ അടുത്ത് സുധീഷ് പറയുകയാണ്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ നിധിയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.